ഇവിടെ എന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കുക? അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇത്ര നേരം. ആര്? എന്റെ പ്രിയ, എന്റെ കാമുകി. എടാ നിന്റെ സ്വപ്നം കാരണം ഇവിടെ മനുഷ്യന് ജീവിക്കാൻ വയ്യ, അറിയാവോ? ഇന്ന് രാവിലെ ആ. അവൾ ഊട്ടിയിൽ വരുന്നു. ഊട്ടിയില്ല? ആ, ഇവിടെ ജീവിക്കാൻ സമ്മതിക്കും. ഒരു കറുത്ത ടോപ്പൊക്കെ ഇട്ട് ഒരു ബാഗൊക്കെ തൂക്കി ഒരു കാറിൽ അവള് ഊട്ടിയിൽ വന്നിറങ്ങുന്നു. എന്റെ കൈയും പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാറിൽ നിന്ന് ഇറങ്ങുന്നു. വന്നത് ശരിയാണ്, പക്ഷെ നിന്റെ കൈയും പിടിച്ചല്ല. സ്വപ്നം കണ്ട ഞാനല്ലേ എന്റെ കൈയാണ് നിനക്ക്. അവളെ ഭർത്താവിന്റെ കൈയും പിടിച്ചു ദോ വരടാ. അയ്യോ പ്രിയ, അവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അവള് ഹണിമൂൺ വന്നേ. എനിക്ക് ഹണിമൂണിന് വന്നെങ്കിൽ ഈ ഹണിമൂൺ ഞാൻ പൊളിക്കും. മുഖത്ത് നോക്കി 2 വാക്ക് സംസാരിക്കും, നീ എതിർക്കരുത്. നീ എന്റെ കൂടെ നിൽക്കണം. 2 വാക്ക് സംസാരിച്ചോ, പക്ഷെ അത് മിൻസാരം ആവരുത്. ഇല്ല, ഞാൻ 2 വാക്ക് അവിടെ മുഖത്ത് അവിടെ ഇങ്ങോട്ട് വന്ന് ഞാൻ മാറുന്നോളാം. അവൾ എന്നെ ഇപ്പൊ കാണണ്ട. ആഹാ, എന്തൊരു സ്കൂൾ പ്ലേസ് അല്ലേ? വെൽക്കം സർ. വെൽക്കം. മാഡം, shall I be can I be officer sir? Yes, yes, I know. This means is also means I want to just be Ina. Also, this is Stacy. Okay, sir, officer. Thank you. താങ്ക് യു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരികളില്ലേ, രമ്യയും മഞ്ജു ഒക്കെ പറയുവാ, എന്ത് പറഞ്ഞു? നിന്റെ ഭർത്താവ് വലിയ പ്രൊഡ്യൂസർ അല്ലേ, അപ്പൊ ഇനി നിന്നെ സിനിമയിൽ അഭിനയിപ്പിക്കുവോന്ന്. എന്താ? നിന്നെ സിനിമയിൽ അഭിനയിപ്പിക്കുവോന്ന്. സിനിമയിൽ അഭിനയിപ്പിക്കുമെന്ന്? ഇടി, നീ ഉദ്ദേശിക്കുന്ന പോലെ ആപ്പ വേഷമല്ല. അവിടെ നിൽക്കുക അങ്ങനത്തെ വേഷമൊന്നുമല്ല. പിന്നെ നിന്നെ ഞാൻ നായികയാക്കും. നായിക, എന്റെ സിനിമയുടെ നായിക നീയാ. രാത്രി മുല്ല പൂക്കുമ്പോൾ Sir. Yes, I was conscious. Yes. Miss, I was conscious. Yeah. I got drinking. It's a spoon, really. താങ്ക് യു. Sir, phone. Yeah, I know. Hello? ഇവിടെ ചേഞ്ച് കിട്ടുന്നില്ല. ചേഞ്ച് ഞാൻ തരാം സാർ. ചേഞ്ച് അല്ല, റേഞ്ച് ഉണ്ട് സാർ. റേഞ്ച് ഉള്ള സ്ഥലമുണ്ട് സാർ. വരണം സാർ, വരണം. പറഞ്ഞടാ. എക്സ്ക്യൂസ് മീ, കുറച്ച് ഹോട്ട് വാട്ടർ കിട്ടുമോ? ഉണ്ണിയേട്ടാ, എന്റെ കല്യാണം കഴിഞ്ഞു ഉണ്ണിയേട്ടാ. കല്യാണം കഴിഞ്ഞ് ഞാൻ അറിഞ്ഞില്ല. അത് നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തു? എന്നെ ചതിച്ചില്ലടി നീ. പറ്റിപ്പോയി ഉണ്ണിയേട്ടാ. ഇനി ഉണ്ണിയേട്ടൻ എന്നെ മറന്ന് വേറെ ഏതെങ്കിലും ഒരു പെണ്ണെ കെട്ടി സുഖമായിട്ട് ജീവിച്ചുകൂടെ ഉണ്ണിയേട്ടന്? ആ, സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു കൂടി. നോമിനേഷൻ കൊടുക്കാറുണ്ട്. അതൊരു കാര്യം, ഓസ്കാർ കൊടുക്കാം. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പൊട്ടനാണെന്ന് കരുതി. പ്രണയം, 2 പേരുടെ പ്രണയം. എടാ, അത് വെറും ക്ലീഷേ ഡയലോഗാടാ. ഹലോ, ആ ഡയലോഗ് വേണ്ട. ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ല. ഞാൻ ഈ പറയുന്നത് പോലെ മുന്നോട്ട് പോയാൽ ഞാൻ ഈ പടം എഗ്രി ചെയ്യും. മനസ്സിലായി? സിനിമ റേഞ്ച് കിട്ടിയായിരുന്നല്ലേ? ഇനി നമുക്ക് റൂമിലേക്ക് പോരുന്ന്. ഇനി വിളിക്കാം, റൂമിൽ പോവാം. നമുക്ക് എന്താ എത്ര ധൃതി വെപ്രാളോ? പോവാം, സമയമില്ല. സാർ ഒരു നല്ല തിരക്കഥയൊക്കെ എഴുതിയൊരു സിനിമ പിടിക്കാൻ വേണ്ടി നടക്കുമല്ലേ? അതെ സാർ, എന്തെങ്കിലും ഒരു നല്ല കഥയുണ്ട് സാർ. അയ്യോ, എന്തിനാ ഇവരുടെ കഥയൊക്കെ നമ്മൾ നല്ല കഥയാണ് സാർ. നല്ല കഥയാണ്. ഒരു റിയൽ സ്റ്റോറിയാണ് സാർ. റിയൽ സ്റ്റോറി ഒന്ന് കേൾക്കണം സാർ. ഒരു മലയോര ഗ്രാമം, മലയോര വയലേലകളും മാവുകളൊക്കെ നിൽക്കുന്ന മനോഹരമായ ഒരു ഗ്രാമം. ഇതെന്താ സംഭവം? ബാക്ക്ഗ്രൗണ്ട് അന്നും അത് തന്നെയായിരുന്നു പരിപാടി. പക്ഷേ അത് ഭയങ്കര മൂടാണ്. ഈ ബാക്ക്ഗ്രൗണ്ടും കൂടെ വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് അങ്ങനെ അവർ കുട്ടിക്കാലം മുതൽ കളിച്ചു വളരുന്നു, കണ്ണിമാങ്ങ പെറുക്കുന്നു, മുല്ലപ്പൂ കളിക്കുന്നു. അങ്ങനെ എല്ലാം കളിച്ചു കഴിഞ്ഞാൽ അവർ വലുതാകുന്നു, പ്രണയബദ്ധിതരാകുന്നു. അവർ പോകാത്ത സ്ഥലങ്ങളിൽ എല്ലാം കൊണ്ടും അവർ ഭയങ്കര പ്രണയ ജോഡികൾ, ആത്മാർത്ഥമായ പ്രണയം. അങ്ങനെ ഒരു ദിവസം
അവർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് കൈകോർത്ത് പിടിച്ചിട്ടുണ്ട്. എന്താ ഒരു മാളിലേക്ക് പോവുകയാണ്. മാളില്ല, കുറ്റിക്കാട്ടിലല്ലേ? അവൻ കുറ്റിക്കാട് ഇത് കുട്ടികളൊക്കെ കാണുന്ന പടമല്ലേ? കുറ്റിക്കാട് വേണ്ട. കുറ്റിക്കാട് വേണ്ട, ഇപ്പൊ അവർക്ക് കുറ്റിക്കാട് വേണ്ട. കുറ്റിക്കാട് വേണ്ടെന്ന് അല്ല, അങ്ങനെ കുറ്റിക്കാട് ഇരിക്കട്ടെ പ്രിയ. നല്ലതാണ്. കുറ്റിക്കാട് കൈ പിടിച്ച് ഞങ്ങൾ കുറ്റിക്കാട്ടിൽ കൈ പിടിച്ച് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് സ്നേഹങ്ങൾ പങ്കുവച്ചു. കൊള്ളാം. അവസാനം ആദ്യമായി ഹൃദയങ്ങൾ കൈമാറി. ഹൃദയമാണോ കൈമാറിയത്? ആയിരിക്കും. ബാക്കി കണ്ടിന്യൂ. അപ്പൊ അങ്ങനെ ഹൃദയം കൈമാറി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കഴുകനെ പോലെ അവൻ വരികയാണ്. ഇവിടെ പറയണം, അല്ലെങ്കിൽ പണം വലിയ താഴെ പോകും. ബിസിനസ്മാനാ പുള്ളി, ബിസിനസ്മാനാണ്. അവളെ പെണ്ണ് കണ്ടിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുക. കല്യാണം ഉറപ്പിച്ച് കല്യാണ തലേന്ന് രാത്രിയായപ്പോ 12 മണി രാത്രിക്ക് ആ കാമുകൻ കരയുന്ന കണ്ണുകളോടുകൂടി അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവളോട് ചോദിച്ചു, എന്നെ നീ എന്തിനിങ്ങനെ ചതിക്കുന്നു? എന്റെ കൂടെ വരുമില്ല എന്ന് ചോദിച്ചപ്പോ കൈമാറില്ല. ഇത് പ്രിയ അപ്പം അവൻ ചോദിച്ചപ്പോ ഹൃദയം കൈമാറി 2 പ്രാവശ്യം. ഈ 2 പ്രാവശ്യം ഹൃദയം കൈമാറുന്ന അവസാന സമയത്ത് ഇങ്ങനെ സാറിന് അറിഞ്ഞൂടാത്തോണ്ടാണ്. അവര് തമ്മി കണ്ടോ അപ്പ ഹൃദയം കൈമാറും. അത് ലാസ്റ്റ് ഹൃദയം കൈമാറും. പിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. മറ്റവൻ അവനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, കല്യാണ ആലോചനക്ക് വരുമ്പോഴത്തേക്ക് പെണ്ണിനെ കുറിച്ചോ അല്ലെങ്കിൽ ചെറുക്കിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ചോദിക്കണം. സ്വാഭാവികത്തിന്റെ ഭാഗത്തുണ്ടാവും, ചെറുക്കന്റെ ഭാഗത്തുണ്ടാവും. മനസ്സിലാകുന്നു, അന്വേഷിക്കണം ഇതിനെ കുറിച്ച്. അതെന്നാന്നറിയാമോ? ഈ ബിസിനസ്മാൻ എന്ന് പറഞ്ഞ ആളില്ലേ, അവനൊരു മണയല്ല, മണ്ണുണ്ണിയ. അവൻ ഒരു വെറും കിണയല്ല, മണകുണാഞ്ചൻ. ആ മണകുണാഞ്ചൻ ഇവളെയും കെട്ടിക്കൊണ്ട് പോയിട്ട് മധുവിധുവിന് ഊട്ടിയിൽ വരികയാണ്. ഈ കൂടെ ആരണ്ടപ്പം കിണന്റെ കൂട്ടത്തി ആ കിണയുമായിട്ട് രണ്ടുപേരും കൂടെ തള്ളിക്കൊണ്ട് ഒരു ഹോട്ടൽ വന്ന് റൂം എടുക്കും. ഉണ്ണി ഒരു സംശയം, ഇന്ന് ഹൃദയം കൈമാറുവോ? അത് ഗ്യാപ്പ് കിട്ടിയാൽ അങ്ങനെ പറയല്ലേ. ഈ ഗ്യാപ്പ് കിട്ടുന്ന എങ്ങനെ? ഈ കൂടെ മണയുണ്ടല്ലോ. ഈ മണേനെ ഞാൻ ഇന്ന് എന്തിനാ ചേട്ടാ നിന്ന് കേട്ടോണ്ടിരിക്കുന്നത്? റൂമിൽ പോവാ. അവിടെ വെച്ച് അവൾ ആ പഴയ കാമുകനെ കാണുന്നു. അന്നേരവും മറ്റേ സാധനമുണ്ട്. ഏതാ മണ? കിണ കൂട്ടത്തിൽ കിണക്ക് വേറെ പണിയില്ല. അങ്ങോട്ടേലും കിണ ഇവിടെയാണ് സർ ഇന്റർവൽ പഞ്ച്. വെരി ഗുഡ്. പറ്റിയ കഥാപാത്രമാണ്. നീ നായികയാവണം. ഞാനോ? നിന്റെ രൂപത്തിനും സൗന്ദര്യത്തിനും പറ്റിയ കഥയാണ്. അയ്യോ, ഇതിൽ ഞാൻ അഭിനയിച്ച ശരിയാവില്ല ഏട്ടാ. ഹലോ മിസ്റ്റർ, കഥ എങ്ങനെയുണ്ട്? കഥ വളരെ റിയലിസ്റ്റിക് ആണ്. എനിക്ക് മനസ്സിൽ പതിഞ്ഞുപോയി. സത്യത്തിൽ ഇത്രമാത്രം അങ്ങോട്ട് ഉൾപ്രേരകം വരും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കഥയാണ്. ഇത് നന്നായിട്ട് നിങ്ങൾ ആക്ട് ചെയ്ത് അഭിനയിക്കുന്ന മുഖത്ത് ഭാവങ്ങൾ വരുന്നു. അല്ല, എനിക്ക് ഞാൻ പണ്ട് നാടകമൊക്കെ ചെയ്യും. ഒരു കാര്യം ചെയ്യേ, നിങ്ങളാണോ ഈ പടത്തിന്റെ നായകൻ? ഞാനോ? ചേർന്ന് നിൽക്കുന്ന കാണട്ടെ. സൈഡ് കാണിച്ചടി, സൈഡ് വേണ്ട. ഇതൊക്കെ സക്സസ് ആകൂടി. ലോ ബഡ്ജറ്റ് സിനിമയായിരിക്കും സാർ. അപ്പൊ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഞാൻ ചെയ്തോളാം. എനിക്ക് സംവിധാനം എല്ലാം എനിക്ക് സംവിധാനം. ഞാൻ കണ്ട വിഷ്വൽ ഇതുവരെ വേറെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അത് കറക്റ്റ് ആയിട്ട് ഒപ്പിയെടുക്കാൻ പറ്റും. അപ്പൊ പിന്നെ മറ്റേ മറ്റേ അതെ സാർ. ഞാൻ ഒന്നും സാർ വേറെ ഒന്നും ധരിക്കരുത്. ഇല്ലില്ല, പറ. ആ ക്യാരക്ടർ ഞാൻ എന്തുകൊണ്ട് സാറാണ് നല്ലത്. സാറാണ് നല്ലത്. കിണയായിട്ട് നല്ലതായിരിക്കും. ആ മണ സാർ ചെയ്താൽ സൂപ്പറായിരിക്കും. എനിക്ക് ഇതിന്റെ അകത്ത് ഒരു ഡൗട്ട് കിടക്കുന്നത്. ഇപ്പൊ ഈ പടത്തിലെ ഈ മണയില്ലേ, മണയെന്ന് പറഞ്ഞാ വേറെ കിണ. ഈ കിണ സത്യത്തിൽ ഇപ്പൊ എവിടെയുണ്ട്? ഈ കിണ സത്യത്തിൽ ഇപ്പോൾ സാറിലൂടെ ജീവിക്കുകയാണ് സാർ. അല്ല, ഈ സിനിമയില്. അപ്പോ ഈ സിനിമയിലെ കിണ ഞാൻ.